അപ്പൊ അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം അല്ലെങ്കിൽ അതിന്റെ കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. BBC-യുടെ പ്രതിനിധി എന്നെ വിളിച്ചിരുന്നു. അവർക്കൊരു ഇന്റർവ്യൂ പറഞ്ഞു. BBC വരെ ഇത് പ്രശ്നമാക്കിയിരിക്കാം. അത് വളരെ നല്ല പ്രശസ്തി ഉണ്ടായിരുന്ന മലയാള സിനിമ വ്യവസായ രംഗം അല്ലെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ രംഗം ഇങ്ങനെ നിഷ്പീരികൾക്ക് കാരണം എന്താണ് എന്നാണ് അവരുടെ ചോദ്യം. അപ്പം എനിക്ക് അവരോട് ഞാൻ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നപ്പോൾ. അപ്പം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. എന്നെക്കുറിച്ച് ഞാൻ മലയാള സിനിമയിൽ ഗാനരചയിതാവായി പ്രവേശിച്ചിട്ട് 58 കൊല്ലം കഴിഞ്ഞു. 58 വർഷം. ഞാൻ സംവിധായകനും നിർമ്മാതാവുമായിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചന്ദ്രകാന്തത്തിന്റെ 50-ാം വർഷമാണ് 2024. 1974 എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. അന്ന് എനിക്ക് ഒരു 34 വയസ്സായിരുന്നു പ്രായം. അപ്പം ഇത്രയും കാലം ഞാൻ മലയാള സിനിമയെ സ്നേഹിച്ചതുകൊണ്ട്, മലയാള സിനിമയിൽ നിന്നതുകൊണ്ട് ആധികാരികമായി തന്നെ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അറിവുമുണ്ട്. കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളിൽ പ്രതിനിധീകരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കോമേഴ്സ് എന്ന ട്രേഡ് കൂടിയ 15 വർഷക്കാലം ഞാൻ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതായത് 35-ാമത്തെ വയസ്സ് മുതൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കോമേഴ്സിന്റെ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ പ്രത്യേകതകളും എനിക്കറിയാം. ഏറ്റവും കുറവ് സ്ട്രീമിംഗ് നടക്കുന്ന കാര്യത്തിലാണ്. മറ്റ് 3 തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്ന അത്ര തെറ്റുകൾ, സ്ത്രീ പീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല. ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്നോട് ചോദ്യം ചോദിക്കാൻ. കാരണം ഞാൻ പറയാം, കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ഗാനങ്ങൾ സിനിമ നായകനായ അംബരീഷിനെ പ്രധാന കഥാപാത്രമാക്കി ഞാൻ ഒന്നേ രക്തം, മലയാളത്തിൽ പറഞ്ഞ ഒരേ രക്തം എന്ന സിനിമ ഞാൻ കന്നഡത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കന്നഡ സിനിമയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. എൻ്റെ മകൻ തെലുങ്ക് ഡയറക്ടറായിരുന്നു. അപ്പോൾ തെലുങ്ക് സിനിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മകന് മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കോമേഴ്സിൽ ഉണ്ടായിരുന്ന തെലുങ്ക് നിർമ്മാതാക്കൾ എന്നും തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നും എനിക്ക് തെലുങ്ക് സിനിമയെക്കുറിച്ച് പറയാം. അപ്പം അതുകൊണ്ട് മലയാള സിനിമ ദുഷിച്ചുപോയി, അവിടെ സ്ത്രീപീഡനം നടക്കുകയാണ് എന്ന പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയാം. ഈ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ? ഈ പവർ ഗ്രൂപ്പ് എന്ന പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടായിരുന്നു. തീർച്ചയായും. ഇപ്പോൾ പ്രേംനസീർ, സത്യൻ, മധു എന്നീ 3 നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കപ്പെട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രവേശനം ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രേംനസീർ, മധു, സത്യൻ, മധു ഈ 3 പേര് 3 നായകന്മാരേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാഘവൻ, വിൻസെന്റ്, സുധീർ തുടങ്ങിയവർ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കയറി കഴിഞ്ഞാൽ നിർമ്മാതാവ് കഴിഞ്ഞ അവരെ പറഞ്ഞത്. അപ്പൊ ഈ 3 പേരാണ്. അന്നിവിടെ കാസ്റ്റിംഗ് കൗച്ചെന്നും പവർ ഗ്രൂപ്പൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പ്രേംനസീറും സത്യനും
പ്രേംനസീറും സത്യനും ഒരുമിച്ച് പലയിടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും യാതൊരു എതിർപ്പുമില്ലായിരുന്നു. സത്യന്റെ ഭാഗം കൂടിപ്പോയിട്ട് പ്രേംനസീർ വരാതെ പറയില്ല, പ്രേംനസീറിന്റെ ഭാഗം കൂടിപ്പോയിട്ട് സത്യനും വരാതെ പറയില്ല. അവരൊരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ. പക്ഷേ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്ന വിളിയൊന്നും അതുണ്ടായിരുന്നില്ല. സൂപ്പർ സ്റ്റാർ പ്രേംനസീർ, മെഗാസ്റ്റാർ സത്യൻ അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നു. ഈ പേര്, ഈ വിളികൾ വന്നത് മമ്മൂട്ടി മോഹൻലാൽ വന്നതിന് ശേഷമാണ്. എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം ചോദിച്ചാൽ, ഞാനിപ്പോൾ കാസ്റ്റിംഗ് കൗൺസിൽ എനിക്ക് അറിയില്ല, എനിക്കറിയാത്തായിരിക്കും. ഞാൻ എന്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷിച്ചാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാസ്റ്റിംഗ് കൗൺസിൽ. അങ്ങനെ അത്ര അച്ചടക്കം പാലിച്ചതുകൊണ്ട് എന്റെ പടത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. അത്ര അച്ചടക്കം അവർ ഇഷ്ടപ്പെടുന്നില്ല. ആ അച്ചടക്കം ഞാൻ നിർണയിക്കുന്ന അച്ചടക്കത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാശി തരാത്തവരുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, പവർ ഗ്രൂപ്പ് എന്ന് പേര് എനിക്കറിയില്ല. പക്ഷേ 90-കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90-ക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90-ക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90-ക്ക് ശേഷമാണ്. ഇപ്പോ മധു മധുചേർന്ന് വിളിക്കുന്ന മധു എന്നാണ് എടുക്കുക. അദ്ദേഹത്തിന്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അനവധി ആളുകൾ വന്നു. ഒന്നും വേണ്ട, ഒരു അസോസിയേഷൻ വേണ്ട, എനിക്ക് ഫാൻസ് ഉണ്ട്, അവർ മതി, എനിക്ക് അസോസിയേഷൻ വേണ്ടത്. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഒരു കാരണവശാലും എന്റെ പേരിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് മതി. അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുമെന്ന് അറിയാൻ പറ്റും. 90-കൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, സംവിധായക നിർമ്മാതാവ് ചേർന്ന് അവരുടെ പടത്തിൽ ആര് നായകനാകണം തീരുമാനിച്ചിരുന്നു. 90 വരെ എന്റെ പടത്തിൽ ആര് നായകനാണ് ഞാനത് തീരുമാനിക്കുന്നത്. ഞാനാണ് നിർമ്മാതാവ്, സംവിധായകൻ. ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ പാട്ടെടുത്തുകാരെന്ന് പറഞ്ഞു. ഞാൻ 26 പടം നിർമ്മിച്ചാണ്, നിർമ്മാതാവാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പടം നിർമ്മിച്ച 10 പേരിൽ ഒരാളാണ് ഞാൻ. 27 പടങ്ങളാണ് നിർമ്മിച്ചത്. 42 ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു. അപ്പോൾ ഞാനിപ്പോ സംസാരിക്കുന്നത് നിർമ്മാതാവ് സംവിധായക നിലയിലാണ്. അപ്പോൾ നസീർ സാറ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആവശ്യം പറയാറില്ല. അപ്പൊ എന്റെ കാലത്ത്, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത്, ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആര് അഭിനയിക്കണം തീരുമാനിച്ചത്. കഥ എന്താണോ തീരുമാനിച്ചത് ഞങ്ങളാണ്. പക്ഷേ 90-ന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്പർ താരം, മെഗാതാരം എന്നൊക്കെ സ്വയം പേരുകൾ സ്വീകരിച്ച് നിന്ന കാലത്ത് കഥ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ നടികന്മാരെ തെരഞ്ഞെടുത്തു. ഇവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാനിക്കുന്നത് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അതിനെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുത്തുകാരൻ, മോഹൻലാൽ പറയുന്ന പോലെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, പിന്നെ സംവിധായകൻ എന്നെപ്പോലൊരു സംവിധായകൻ വന്നാൽ ബഹുമാനിക്കണം. കാരണം എന്റെ പ്രായത്തെ ബഹുമാനിക്കണം, എന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം. പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി. രണ്ട് കഥ ഒരു എഴുത്തുകാരൻ പോയി പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് ഈ കഥ നമുക്ക് ജോഷി കൊടുക്കാം, ഈ കഥ നമുക്ക് വേറൊരു ഡയറക്ടർ അയച്ചു കൊടുക്കാം എന്ന്. ഈ വഴി നടനായി, കഥ കേൾക്കുന്ന നടനാണ്. ഇന്നിപ്പോ നമുക്ക് സിനിമ ഇന്നത്തെ കാര്യമാണ്. ഇന്നിപ്പോ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ്. കാരണം ബുദ്ധിമാനായ മമ്മൂട്ടി, ബുദ്ധിമാനും
അഭിഭാഷകനുമായ മമ്മൂട്ടി, ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മമ്മൂട്ടി സ്വന്തമായി പണം പിടിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങി. കാരണം കാലം മാറിയപ്പോൾ മനസ്സിലായി. പുതിയ താരങ്ങൾ, പുതിയ നടികന്മാർ വന്നു, അനായാസം അഭിനയിക്കുന്ന ചെറുപ്പക്കാർ വന്നു, ധാരാളം ചെറുപ്പക്കാർ. പിന്നെ നമ്മളൊരു നായക പരിവേഷത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. പ്രേംനസീറിനെ പോലെ സുന്ദരനായ ഒരാൾ നായകനാവണമെന്ന് ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കാലം മാറി. അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം. അപ്പൊ പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായ പ്രൊഡക്ഷൻ പറയുന്നത്. മോഹൻലാലിന്റെ ഏറെക്കുറെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നതെന്ന് ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കും. ഉദാഹരണമായി ജയമാരുതി പ്രൊഡക്ഷൻസ്, ടി ഭാസ്കരൻ, ഒന്നാം തരം സിനിമകൾ നിർമ്മിച്ച യക്ഷി, അരനാഴികരം, അനുഭവങ്ങൾ പാലിച്ചത് തുടങ്ങിയ അത്യുജ്വല സിനിമകൾ നിർമ്മിച്ച മഞ്ജുരാജ് ജോസഫിനെ പുറത്താക്കി പറഞ്ഞാൽ അവർക്ക് കാശി കൊടുത്തേ. അതാണ് കെ പി കൊട്ടാരക ഗണേഷ് പ്രൊഡക്ഷൻസ് എല്ലാ വർഷവും 2 പടം എടുക്കുന്ന കെ പി കൊട്ടാരക എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് കാശി കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിൽ പോലെ ഏറ്റവും ആദ്യ വ്യക്തി ഞാനാണ്. എനിക്ക് കാശി തന്നില്ല. കാരണം സംവിധാനമാണ് സംവിധാനം കഴിഞ്ഞവർ നടന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ്. സംവിധാനം കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കാരണം സംവിധാനം ക്രിയേറ്ററാണ്. ഇവർ ക്രിയേറ്റേഴ്സ് അല്ല, ഇവർ പെർഫോമൻസാണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം ഒരിക്കലും പെർഫോമർക്കില്ല. അവരുടെ കൂടെ ആൾ കൂടുമായിരിക്കും, പിന്നാലെ ആൾ കൂടുമായിരിക്കും. പക്ഷേ ക്രിയേറ്ററെ ആണ് പ്രധാനം, പെർഫോമർക്ക് 2ാം സ്ഥാനമുള്ളൂ. അപ്പൊ നമ്മൾ ഷേക്സ്പിയറിന്റെ ഒഥല്ലോ, വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ നാടകം കണ്ടിട്ടുണ്ട്. നാടകം നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. ഒഥല്ലോ എഴുതിയ ഷേക്സ്പിയറിനെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നു. പക്ഷെ ഒഥല്ലോ ആയി അഭിനയിച്ച ലാറൻസ് ഒലീവറെ എത്ര പേര് ഓർമ്മിക്കുന്നു? ലാറൻസ് ഒലീവറുടെ മുഖം മാഞ്ഞു പോകും, ഷേക്സ്പിയർ നിൽക്കുള്ളൂ. ഇപ്പൊ കാളിദാസന്റെ അഭിജ്ഞാന സാഗതവും മാളഭാഗം പോലെയുള്ള നാടകങ്ങൾ നമ്മൾ വായിക്കുന്നു. നമ്മൾ കാളിദാസനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ പോലും കാളിദാസന്റെ വരികൾ കോട്ട് ചെയ്യുന്നു. പക്ഷെ കാളിദാസന്റെ സാഗതത്തിൽ അഭിനയിച്ച ദുഷ്യന്തൻ എന്നാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ദുഷ്യന്തൻ എവിടെ പോയി? എത്രയും ദുഷ്യന്തം അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിയേറ്റർ തന്നെയാണ് വരുന്നത്. അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇത് ആദ്യം മുതലേ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ്. അതായത് ഈ പവർ ഗ്രൂപ്പിന്റെ തുടക്കം മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായി വന്നപ്പോൾ അവരാദ്യമായി എന്നെയാണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ കമ്മിസാർ ആളാകും, കമ്മിസാർ ഡയറക്ടർ വലുതെന്ന് പറയും. നമ്മളെ വലുതെന്ന് അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ എനിക്കത് കാഴ്ച തരാതായി. അതുവരെ അതാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം മുന്നേറ്റം. അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനായി. പിന്നെ എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനായി മുന്നേറ്റത്തിൽ. സുബ്രഹ്മണ്യ കുമാറായിരുന്നു അതിന്റെ നിർമ്മാതാവ്. അന്നത്തെ മമ്മൂട്ടിയെ പിന്നെ എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മുന്നേറ്റത്തോടുകൂടി ആ മമ്മൂട്ടി പോയി. 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു വിളിവിട്ടു എന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു. അപ്പോൾ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിന്റെ ക്യാമറമായ ധനഞ്ജയനെ തന്നെ ഞാൻ ക്യാമറമാനായിട്ട് വെച്ചു. കാരണം ധനഞ്ജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ്. തുടങ്ങി കാര്യം ഞാനിപ്പോഴും അങ്ങനെയാണ്. ഞാൻ മറ്റുള്ള പ്രോത്സാഹിപ്പിക്കാനുള്ളത്. ഇപ്പൊ ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നതാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ മണിയപ്പെട്ട് ഇപ്പൊ തന്നെ ആരോടും ശരിക്കും മണിയപ്പെട്ട് രാജുവിനെ കൊണ്ടുവന്നതാണ് സിനിമയിൽ. ഞാൻ പെണ്ണുങ്ങളെ അധികം കൊണ്ടുവന്നിട്ടില്ല, പുരുഷന്മാരെ കൊണ്ടുവന്നത് കൂടുതൽ. ഞാൻ മലയാള സിനിമയിൽ കൊണ്ടുവരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉർവശി. അപ്പോൾ അവർക്ക് 10 വയസ്സുള്ളൂ.
ഉർവശിക്ക് 10 ആൾ വീട്ടിൽ പുഴുപടന്ന വിളിക്കുന്നത്. കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ, അത് പ്രൊഡ്യൂസർ മധു നായന്മാരാണ് എഴുതിയപ്പോൾ, അതിലൊരു നായിക ജയഭാരതിയാണ്. ജയഭാരതി ബാല്യം അഭിനയിക്കാൻ ഒരു കുട്ടി വേണം. അപ്പോൾ ചവറ വി.പി. നായരും ഭാര്യ വിജയലക്ഷ്മിയും 3 പെൺകുട്ടികളുമായി മദ്രാസിൽ വന്നിട്ടുണ്ടെന്ന് അവർ അഭിനയിക്കാൻ ചാൻസ് തരുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടതൊന്നുമില്ല. പക്ഷെ ഈ കതിർമണ്ഡപം ഡയറക്ടർ കെ പി പിള്ള പറയുന്നത്, അദ്ദേഹം സംസാരിച്ച അത്ര വലിയ പക്വതയുള്ള ആളൊന്നുമല്ല. അദ്ദേഹം എന്നെ ഒരു തിരക്കഥ എഴുതിക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ കതിർമണ്ഡപം വളരെ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ്. ആ കതിർമണ്ഡപത്തിൽ ജയഭാരതിയുടെ ബാല്യം അഭിനയിക്കാൻ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചവറ വി.പി. നായരുടെ 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾ പോയി കാണും. 10 വയസ്സുള്ള നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ പ്രായത്തിൽ മറ്റൊരു കുട്ടിയാണ്. അവർ രണ്ടും അഭിനയിക്കുന്നവരാണ്. ചവറ വി.പി. നായരും നടനാണ്, വിജയലക്ഷ്മി നടിയാണ്, നർത്തകിയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അഭിനയവാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് 10 വയസ്സുള്ള വീട്ടിൽ പൊടികോണെന്ന് വിളിക്കുന്ന കവിത എന്ന പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു. ആ കവിതയാണ് ഉദ്ദേശിച്ചായിട്ട് പറയുന്നത്. പിന്നീട് ഈ കവിതയുടെ ചേച്ചിയായ കയാരഞ്ജലിയാണ് ഞാൻ സ്വന്തം തലത്തിൽ അവതരിപ്പിച്ചത്, അംബികയുടെ അനിയത്തിയെ. അതും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇവരെ മാത്രമല്ല ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകൾ ഇവർ മാത്രമാണ്. വേറൊരു നായികാന്റെ അന്വേഷിച്ചു. ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചത് എൽ ഭൂമിനാഥൻ, സ്വതന്ത്ര എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ, ഏറ്റവും വലിയ പടങ്ങളുടെ എഡിറ്ററാണ് എൽ ഭൂമിനാഥൻ. അദ്ദേഹം സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. ജി മുരളി, അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. പുരുഷന്മാര് കൊമേഡിയനായിട്ട് ജഗതിയെ അവതരിപ്പിച്ച ഞാനാണ്. മണിയമ്പള്ളി രാജുവിനെ ആദ്യമായിട്ട് സിനിമ അവതരിപ്പിച്ച ഞാനാണ്. സുരേഷ് എന്ന തെലുങ്കിൽ പ്രശസ്തനായ സുരേഷ് എന്ന ക്യാമറമാനെ മാളികവാണി എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രൊഡ്യൂസ് ഞാനാണ്. അപ്പോൾ ഞാനതിനെ ടെക്നീഷ്യൻസിനാണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കാസ്റ്റിംഗ് വെച്ചിട്ട് താല്പര്യമില്ല, വലിയ താല്പര്യമില്ല. സാർ, ഇപ്പം ഈ ട്രേഡ് യൂണിയൻ സംസ്കാരം സിനിമയ്ക്കകത്ത് വന്നല്ലോ, അത് നല്ലതാണ്. ട്രേഡ് യൂണിയൻ സംസ്കാരം സിനിമയ്ക്കകത്ത് വന്നല്ലോ, കലാകാരന് ട്രേഡ് യൂണിയൻ വേണം. എങ്ങനെ മനസ്സിലായില്ല? ട്രേഡ് യൂണിയനുകളാണല്ലോ ഇപ്പം സിനിമ ഭരിക്കുന്നത്. അല്ല, ട്രേഡ് യൂണിയൻ പിന്നെ അല്ലല്ലോ. പിന്നെ അതൊക്കെ ശരിക്കും ട്രേഡ് ബോഡിയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞു വരിക, ഈ താരമേധാവിത്വം വളരെ ശക്തമായപ്പോൾ മാറ്റാനൊരു സംഘടന ഉണ്ടായിരുന്നു. ഞാനും അതിൽ വളരെ സജീവ അംഗമായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. മാറ്റാൻ എന്നുള്ളത് നമ്മൾ അമ്മ എന്ന സംഘടന ഉള്ളതുപോലെ തന്നെ ടെക്നീഷ്യൻസിന് വേണ്ടിയുള്ള മലയാള സിനിമ എഴുത്തുകാർ, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, ക്യാമറാമാൻ, എഡിറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരും, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, എല്ലാവരും ചെയ്യുന്ന സംഘടന മാറ്റാൻ. നിങ്ങൾക്കറിയാം, അന്ന് ഒരു പ്രത്യേക സംവിധായകൻ അതിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ ആ സംവിധായകന്റെ, അതായത് സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ച പൃഥ്വിരാജിനെ അമ്മ വിലക്കി 1 വർഷം. അപ്പൊ അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. എന്ന് മാത്രമല്ല, അമ്മയിലെ ശക്തരായ നടികളും മറ്റു കാര്യമില്ല, നടന്മാർ മാറ്റയെ തകർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ മാറ്റ പിളർന്ന് കക്ക ഉണ്ടാവുകയും ചെയ്തു. കക്ക ശരിക്കും പറഞ്ഞാൽ അമ്മയിലെ നേതാക്കളെ സൃഷ്ടിച്ചാണ്. ഞങ്ങൾ നേരത്തെ മാറ്റം സൃഷ്ടിച്ചാണ്. ടെക്നീഷ്യൻസ് അപ്പോഴേ ഉണ്ടായിരുന്നു. അതായത് ശ്രീകുമാരൻ നമ്പി പോലുള്ള സംവിധായകരെ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്ന സംവിധായകർക്ക് വലിയ ടെക്നിക്കൽ സംഘടന. അങ്ങനെ സത്യയും അവർ കൈപ്പിടി നോക്കിയെന്നുള്ളത് സത്യമാണ്, പരമമായ സത്യമാണ്. ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം അല്ലെങ്കിൽ അതിന്റെ കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അമ്മ ആവശ്യമാണ്, അമ്മയുടെ സംഘടന ആവശ്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ പീഡന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം.
പ്രധാന നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവനും ജൂനിയർ ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് ഒരു പ്രധാന നടി ആരോപണം ഉന്നയിച്ചില്ല? ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല, അവരറിയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്നൊരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ പ്രധാന നടികന്മാരെ സംവിധാനം തീരുമാനിക്കും. ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവരും. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്നത് സെറ്റിലാണ്, അതിനിപ്പോൾ അവർക്ക് കാണുകയില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ നായിക നടിയെ കുറിച്ച് പറഞ്ഞ നായിക നടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ചോട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതിപ്പോ പിന്നെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടുപിടിച്ചു. ഈ കുട്ടി ഈ സ്ത്രീ എന്തിനു മസ്കറ്റ് ഹോട്ടലിൽ പോയി? അത് പഴയ പ്ലേസ് അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ടു പറഞ്ഞാൽ ഒരിക്കലും ഞാനതിനെ സപ്പോർട്ട് ചെയ്യില്ല. ആ ഹോട്ടലിൽ അയാൾ താമസിച്ച് ഓടിച്ച് പീഡിപ്പിച്ചുകൊണ്ട് എന്താ കുറ്റം? പീഡിപ്പിക്കാൻ സാധ്യതയുള്ള ആൾക്കല്ലേ പോയത്? അത് കേൾക്കാൻ പറ്റില്ല. അവസരം കിട്ടാൻ വേണ്ടി. അപ്പൊ ദാറ്റ് മീൻസ് അവര് അന്വേഷിച്ച് പോയതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ വെറുതെ കേൾക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. അത് ഇതിനൊരു കാലം ഇപ്പൊ ഇത് പറഞ്ഞത് ഈ പ്ലാസ്റ്റിക് കൗച്ച് പറയുന്നത് ഭാവന ഒരു എന്ന നടിയെ പിന്നെ നമ്മളിപ്പോൾ ആരോഗ്യ വിധേയനായിരിക്കുന്ന ഒരു വലിയ നടനാണ് മനസ്സിലാക്കണം. അതിന് ഇതും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് കാരണം എന്നെ സംബന്ധിച്ചോളം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരിക്കലും ഡയറക്ടർ എടുത്ത് വരാറില്ല, എടുത്ത് വരാറില്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് കാണിപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഷൂട്ട് ചെയ്യുന്നു, 4 നഴ്സസ് വേണം. അപ്പോൾ നമ്മൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നഴ്സ് ബാക്കിൽ കൂടെ നടന്നു പോകണം. അങ്ങനെയൊക്കെ അവരാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്, ചെറിയ വേഷം ചെയ്തത്. അപ്പം അങ്ങനെ 4 നഴ്സ് വേഷം അഭിനയിക്കാൻ 4 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റോടെ പറയുന്നത്, ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 10 സ്ത്രീകളെ കൊണ്ട് നിർത്തും ഷൂട്ടിംഗ് സമയത്ത്. സ്റ്റുഡിയോയിലാണ് അവർ വരിക, സെറ്റിലാണ് അവർ വരിക. അപ്പൊ ഞാൻ അവരെ നോക്കിയിട്ട് മിക്കവാറും ഞാനായിരിക്കും എൻ്റെ അസോസിയേറ്റ് ആയിരിക്കും അവർ തീരുമാനിക്കുന്നത്. എൻ്റെ അസോസിയേറ്റ് പറയാം, അവരെ ആ കുട്ടികളെ നോക്കി പറ്റിയ 4 പേരെ എടുക്കാൻ പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറാണ് പോയി ഇവരിൽ നിന്ന് 4 പേര് തിരഞ്ഞെടുക്കുന്നത്. ഡയറക്ടർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുമായി ഡയറക്ട് ഒരു സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആവശ്യമില്ല. പക്ഷെ ഇവിടെ ആരോട് ചോദിച്ചാൽ മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു പീഡനശ്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണന വരില്ല, അവർ സ്ത്രീകളല്ലേ? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണനയിൽ സ്ത്രീകൾക്ക് അതിക്രമം ആവില്ലേ? അവർ സ്ത്രീകളാവില്ലേ? നടിമാർ മാത്രമേ സ്ത്രീകളാവുള്ളൂ. ഞാൻ ഒരിക്കലും പിന്നെ എതിർക്കുന്നില്ല. ഇവര് ചെയ്തു ശരിയാണെന്ന് ന്യായീകരിക്കുക തെറ്റ് തന്നെയാണ്. മാഷ് ആദ്യം പറഞ്ഞത് ഹോട്ടലിൽ പോയത് ശരിയല്ല. ഒരു മൈക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് കേൾക്കാൻ പറ്റുമോ? ഒരു ഹാൻഡ് മൈക്ക് കിട്ടുമോ? ഇതിനകത്ത് മൈക്കില്ല. സിദ്ദിഖ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ? ഒരിക്കലല്ല, ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. തെറ്റ് ചെയ്യണ്ട, ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ നമ്മുടെ ശ്രീരേഖ എന്ന് പറഞ്ഞ ആ ബംഗാളികളെ ഒഴിച്ച് ബാക്കി എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവരൊരു വലിയ നടിയാണ്, എനിക്കറിയാവുന്നത്. അതൊരു വലിയ നടിയാണ്. ആ ബംഗാളി നടി മാത്രമാണ് ഒരു നടി, നമ്മൾ അറിയപ്പെടുന്ന ഒരു നടി എന്ന് പറയുന്നത്. മറ്റേ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അറിയപ്പെടുന്ന നടി മാത്രമേ ഉള്ളൂ. സാധാരണ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഉണ്ടായാലും പീഡനമല്ലേ? പീഡനമാണ് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവർ എന്തിനാ ഈ ഒരു നടനെ അന്വേഷിക്കണം? അത് സംവിധാനം എടുക്കാൻ പോകേണ്ടത്. അവരെന്തിനു ചാൻസ് നടന്നെടുത്ത് പോയി ഞാൻ ചോദിക്കുന്നത്. സിദ്ദിഖ് വളരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? സംവിധായകർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ. ചാർമിള പറഞ്ഞ ആരോപണം കേട്ടോ സാർ? നടി ചാർമിള പറഞ്ഞ ആരോപണം കേട്ടായിരുന്നു സാർ? ഹരിഹരൻ എന്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അങ്ങനെ ഒരു അറിവ് ഹരിഹരനെ കുറിച്ചില്ല. എനിക്ക് പറയാൻ പറ്റുള്ളൂ.
ചാർമിള പിന്നെ ഒരു പ്രശസ്ത ആക്ഷൻ ഹീറോയായിട്ട് സ്നേഹത്തിലുണ്ടായിരുന്നു. അതിൽ പോയിട്ട് ആത്മഹത്യയിലൊക്കെ പോയത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീകളെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എനിക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. എൻ്റെ കാലത്ത് ഇങ്ങനെയല്ല. കാരണം അഭിനയിക്കാൻ വേണ്ടി നിർമ്മാതാവിനെ സമീപിക്കുന്നത് എന്നിട്ട് സിദ്ദിഖിന്റെ വിചാരിച്ചിരിക്കുന്നത് സിദ്ദിഖ് പണം എടുക്കുന്നുണ്ടോ? അല്ല സാർ, സിദ്ദിഖ് പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ. അതേപോലെ ഒരു പാർട്ണർ ഒരുപാട് പാർട്ണർഷിപ്പിൽ ഒരുപാട് എടുത്തിട്ടുണ്ട്. മറ്റേ ഒരു ഫേമസ് പ്രൊഡ്യൂസർ ഒന്നും അല്ല, ഈസ് എൻ ആക്ടർ. അപ്പൊ എങ്ങനെ സിനിമയിൽ കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി പല വരികൾ തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരത്തിലെ അപകടങ്ങൾ ചാടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അതിന് രക്ഷപ്പെടണം. അതിനെ അവർ പ്രിക്കോഷൻ എടുക്കണം. അല്ല സാർ, ഒരു നടൻ ഒരു ഓഫർ ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള ഒരു ലേഡി അന്വേഷിച്ചു പോകുന്നത് എന്താണ് തെറ്റ്? അങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പീഡിപ്പിക്കണമെന്നുണ്ടോ? തെറ്റാണ്, സമ്മതിക്കുന്നത്. പക്ഷേ നടന്നിട്ടാണ് പോകേണ്ട ചാൻസ്. അതെന്റെ ചോദ്യം. സാറിന് നേരത്തെ പറഞ്ഞില്ലേ, നടന്മാരിപ്പം ഡയറക്ടർമാരെ സൃഷ്ടിച്ചു തുടങ്ങി. അതെ. ഒരു നടീനെ സൃഷ്ടിക്കാനാണോ സിദ്ദിഖ് അവരെത്തിയിട്ടില്ല, ഒരിക്കലുമില്ല. സിദ്ദിഖിന്റെ പേരിൽ വന്നോളൂ. വലിയ താരങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ്, കുറച്ചു കാലം സുരേഷ് ഗോപി, ഇപ്പൊ ഏകലവ്യൻ, കമ്മീഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ വന്ന കാലത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി, ഒന്ന് തോന്നി ഞാനും ഒരു സൂപ്പറാണ്. അങ്ങനെ 3 സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങിയല്ല, പിന്തള്ളപ്പെട്ടു. അവർ 2 സൂപ്പർ സ്റ്റാർ സ്ഥാനത്ത് വന്നു. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും വഴി പരാതി പറയുന്നുണ്ടോ? ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാർ എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെയധികം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും നടി വന്നിട്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുള്ളത് തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. അവരെ രക്ഷിക്കാമെന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മലയാള സിനിമ അല്ല, മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല. ഞാൻ പറയുമായിരുന്നു ഏതെങ്കിലും നടി ഇപ്പൊ തന്നെ WCC ഒരു കാര്യം മനസ്സിലാക്കാം. WCC രൂപവത്കരിച്ച അതിന്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റാണ്, ഈ കേരള ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രി പിണറായിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലനുമാണ് ഈ WCCയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്തത്. അത് മനസ്സിലാക്കുക. ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി ആദരണീയ പിണറായിയും സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ്. അപ്പോ അതിന് നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെന്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രി അഭിനന്ദിക്കണം, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4 വർഷം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. പുറത്തെടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. 4 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുകയാണെന്നുള്ള അവർക്കറിയാം, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജൂനിയർ ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ പരിഗണനയുണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു ടെക്നീഷ്യൻ ആയിരിക്കും ഫാക്ടറിയിൽ അംഗമാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണ്ട് എക്സ്ട്രാ എന്നാ പറഞ്ഞിരുന്നത്. എക്സ്ട്രാ നടി എന്നാ പറഞ്ഞത്. എക്സ്ട്രാ നടി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്.
ഞാൻ സിനിമ ചേരുമ്പോൾ എക്സ്ട്രാ എന്നാ പറയുന്നത്, എക്സ്ട്രാ വന്നിട്ടുണ്ടോ ചോദിക്കുന്നത്. പിന്നെ അവർ പരാതി പറഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറ്റിയത്. ജൂനിയർ ആർട്ടിസ്റ്റ് കുറച്ച് ബഹുമാനമുള്ള നാമമാണ്, അത് മനസ്സിലാക്കുക. അതിൻ്റെ എക്സ്ട്രാ എന്നവർ വിളിച്ചത്. അപ്പം എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് സ്ത്രീ പീഡനത്തിൽ നമ്മൾ പറയുന്നു? അപ്പം ഭാവനയുടെ കഥ മാറുക, ഭാവനയുടെ സംഭവിച്ചതാണ്. കാരണം അന്ന് ലാലിന്റെ വീട്ടിൽ വന്നു, എറണാകുളത്ത് MP ആയിരുന്ന തോമസ് വന്നു. ആ സമയത്ത് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഭാവന പോലീസ് റിപ്പോർട്ട് ചിലപ്പോൾ ഭാവന മിണ്ടാതെ പോയത്. ലാലിന്റെ വീട്ടിൽ വന്നപ്പോൾ MP ആണ്, എറണാകുളം MP ഉണ്ടായിരുന്നപ്പോൾ ഒരു നിയമപരമായ സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഭാവന റിപ്പോർട്ട് ചെയ്തത്. സോറി, അത് കണ്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ അതിജീവിത എന്തായാലും പറയുന്നത്, അതിജീവിത ഒരു നടി, അവരന്ന് പിന്നെ പോലീസ് പരാതി പറഞ്ഞത് എന്തുകൊണ്ടാണ് അവര് അവമാനിക്കപ്പെട്ടതിന് ശേഷം അവർ നേരെ നടൻ ലാലിന്റെ വീട്ടിൽ വന്നു. അവിടെ MP മിസ്റ്റർ തോമസ് വന്നു. ആ തോമസിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ആ നടി പരാതി കൊടുത്തത്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാവരുടെയും അതിൻ്റെ അവസരം കിട്ടണമെന്നില്ല, പരാതി പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം, ശാരദ അഭിപ്രായങ്ങൾ എല്ലാവരും കൂടെ കയറി യൂട്യൂബിൽ അവർ എഴുതുന്നുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ആർക്കും ഏത് പട്ടിക്കും കത്തിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിയിട്ടുണ്ട്. ആർക്കും എന്തും എഴുതാം, അതാണ് യൂട്യൂബിൻ്റെ അവസ്ഥ. പക്ഷേ ശാരദ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കൊടുത്തില്ല, മീഡിയയില്ലേ, നിഷേധിക്കാൻ തോന്നുന്നുണ്ട്. മീഡിയയിലില്ലേ, ചാനലുകളിൽ നടക്കുന്നില്ലേ. അപ്പം അതൊന്നും പുറത്തു വരില്ല. കാരണം നിങ്ങൾ പുറത്തു വരുത്തുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളിലുള്ള സംഭവം പുറത്തു വരുത്തില്ല. സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാറുണ്ട്. സിനിമ മാതകത്വമുള്ള കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ പീഡനത്തെ ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇതിനൊരു മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾ വിചാരിക്കും പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. പുരുഷ മേധാവിത്വം ഉണ്ട്, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ 90-കൾക്ക് മുമ്പുള്ള കാലഘട്ടം, ഞാനൊക്കെ സജീവന്റെ കാലഘട്ടത്തിൽ നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു. വ്യത്യാസം നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരാൾ 25,000 നായകൻ മേടിച്ചാൽ 15,000 നായിക വായിക്കും. ഇന്ന് 5 കോടി നായകൻ മേടിക്കുമ്പോൾ 10 ലക്ഷം പോലും നായകൻ കിട്ടുന്നില്ല. അത്ര വ്യത്യാസമുണ്ടാകും. പുരുഷ മേധാവിത്വം അവിടെയാണ് വന്നത്. ഇപ്പൊ നസീർ സാർ മേടിക്കുന്ന റെമ്യൂണറേഷൻ തൊട്ടടുത്ത റെമ്യൂണറേഷൻ ഷീല വാങ്ങിച്ചിരുന്നു. പിന്നെ അന്ന് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു. ഒരു പെണ്ണിന്റെ കഥ, സേതുമാധവൻ സംവിധാനം, ഒരു പെണ്ണിന്റെ കഥയും ഷീലയാണ് നായിക. പീഡിപ്പിക്കപ്പെടുന്നവരാണ്, സത്യനാണ് നായകൻ. നായകനെ പീഡിപ്പിക്കപ്പെടുന്ന നായികയാണ്. അവൾ തിരിച്ചൊന്ന് റിവൈവ് ചെയ്യുന്നതാണ്. ദ വിസിറ്റ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു അനുകരണമാണ് പടം. ഒരു പെണ്ണിന്റെ കഥ, ദ വിസിറ്റ് എന്നൊരു ഹോളിവുഡ് സിനിമ. അപ്പൊ അവിടെ അവസാനം ഈ ഷീല ആ കഥാപാത്രം വന്ന് റിവൈവ് ചെയ്യുന്നതാണ് പടം. എന്ന് പറഞ്ഞാൽ ആ വില്ലനുള്ള ഒരു പ്രതിനായകന്റെ വേഷമാണ് സത്യൻ അഭിനയിച്ചത്. ആ ചിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ഷീലയാണ്. മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം, ഒരാൾ മെഗയാണ് കേട്ടോ, തെറ്റിപ്പോയി, ഒരാൾ മെഗ, ഒരാൾ സൂപ്പർ, ഒരാൾ മെഗ വന്നതിന് ശേഷം ഏതെങ്കിലും നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം, അതായത് നായകനൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു.
ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ നാട് വിട്ടു പോയി തിരിച്ചൊരു വലിയ ധനാഢ്യയായി തിരിച്ചു വരുന്നു. എന്നിട്ട് അയാളോട് റിവഞ്ച് ചെയ്തു, പ്രതികാരം ചെയ്തു. ഇങ്ങനൊരു കഥയിൽ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുമോ? സത്യൻ മാഷയുടെ ഉള്ളിൽ അതാണ് താരകഥാപത്യം പറഞ്ഞു മാളികയുടെ. അന്ന് സത്യൻ മാഷ് ഏത് കഥ അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അത് ഷീല ആ ഡയലോഗ് പറയാൻ പാടില്ല, അതെനിക്ക് മോശമാണ്, എൻ്റെ ഇമേജിനെ ബാധിക്കും എന്ന് ഒരിക്കലും സത്യമാഷ് പറഞ്ഞിട്ടില്ല. അനുഭവങ്ങൾ പാലിച്ചു കേൾക്കുന്ന സിനിമ നിങ്ങൾ കാണണം. സത്യൻ മാഷ് നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അനുഭവങ്ങൾ പാലിച്ചത്. അതിൽ അദ്ദേഹത്തിന് സുഹൃത്തായ ഒരു ചെറിയ വേഷമാണ് നസീർ പ്രേമസത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ വേഷം. സത്യൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല നസീർ സാർ പറഞ്ഞില്ല. അന്നവര് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു, അവര് അനുസരിച്ചു. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട്. അത് പറയാം, ഇപ്പൊ ബീർസൻ ജോസഫോ ടോവിനോ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാര് കുറെ വ്യത്യസ്തരാണ്. പുതിയ തലമുറ മാറിയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ളൊരു ഒരു പീഡന കഥകളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. പക്ഷേ ഈ ഞാൻ പറയുന്നത് സംവിധായകരെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം, അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പൊന്നും വിളിക്കാം. പവർ ഗ്രൂപ്പിന്റെ കാലം അവർ സംവിധാനം തീരുമാനിച്ചു. അവർ സംവിധാനം ചെയ്യുന്ന അവർ തീരുമാനിക്കുന്ന സംവിധാനം കൊണ്ട് ശ്രീകുമാരനെ കൊണ്ട് ഉൾപ്പെടുകയില്ല. കാരണം ഞങ്ങൾ അച്ചടക്കത വിശ്വസിക്കുന്നവരാണ്, സംവിധാനങ്ങളെ വലുതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം, ഇപ്പൊ നമ്മുടെ WCC എന്ന സംഘടനയുണ്ട്. WCC പെട്ട 2-3 നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. അവരാരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പീഡന പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇപ്പോൾ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ ചെറുതായി കാണുന്നില്ല, അങ്ങനെ രക്ഷിച്ചിരിക്കണ്ട. ഞാൻ ചോദിക്കുന്നത് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കുക, എങ്ങനെയെങ്കിലും ഒരു റോള് കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞോളൂ. സാറേ, താരാധിപത്യമാണോ മലയാള സിനിമയെ ഇത്രത്തോളം ദോഷകരമായി ബാധിച്ചത്? താരാധിപത്യമാണോ മലയാള സിനിമയെ ദോഷകരമായി ബാധിച്ചത്? തീർച്ചയായും മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്നുവെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്. തിയേറ്ററുകൾ പറയുന്നത് സാറിലെ മമ്മൂട്ടിയെ പോലെ ആദ്യം സാധിച്ചല്ലേ, അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി മോഹൻലാൽ പടം വേണ്ടാന്ന് തിയേറ്റർ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് അതിന്റെ നിർമ്മാണത്തിന്റെ പകുതിയാവും. അപ്പൊ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിന്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വായിക്കാം. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററിൽ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായിട്ടുള്ളത്. ക്രമാതിമാര് ബഡ്ജറ്റ് മാറുകയല്ലേ സാർ സിനിമയ്ക്ക്? ക്രമാതിമാര് ബഡ്ജറ്റ് കൂടും. അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കാരണം എനിക്ക് എന്നെ പോലെ കണക്ക് പറയാൻ പലർക്കും പറ്റില്ല. ഞാൻ പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്ററാണ്. അതായത് ചന്ദ്രകാന്ത് എന്ന സിനിമ ഞാൻ തുടങ്ങും, എന്റെ ആദ്യത്തെ സിനിമയിൽ. നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് പോലെ. ഞാൻ ചന്ദ്രകാന്ത് എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിന്റെ മൊത്തം ചെലവ് 2.25 ലക്ഷം രൂപയാണ്. 2.25 ലക്ഷം രൂപ. ഈ 2.25 ലക്ഷം രൂപ 1974 അന്ന് സ്വർണ്ണത്തിന് വില വളരെ കുറവാണ്. സ്വർണ്ണത്തിന് 300 രൂപ പറഞ്ഞു. അപ്പൊ അന്ന് അതിന് പ്രേംനസീർ വാങ്ങിച്ച പ്രതിമ 25,000 രൂപയാണ്. 25,000 രൂപ. അതായത് അന്നത്തെ നായകൻ, അന്നത്തെ സൂപ്പർ താരം, അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സൂപ്പർ താരം ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 10-1 പ്രതിഫലം വാങ്ങിച്ചത്. 10-1.
ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്കുമുതലിന്റെ 3-1 2-1 ആയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും, നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. അവർ കോടീശ്വരന്മാരാകും, പക്ഷെ നിർമ്മാതാവ് തകരും. 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താണ്